അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കുടുംബത്തിലെ 4 പേര് ഒന്നിച്ച് ഖബറിലാകുന്ന വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് എൻ്റെ പ്രിയമുള്ളവരെ നാം കേട്ടത്. ഖബറടക്കുന്ന സമയത്ത് ആ മരണം സമയത്തുണ്ടായ അത്ഭുതം. മദീന എന്ന് പറയുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഗരമാണ്. സലാം പറയുമ്പോൾ മറുപടി ലഭിക്കുന്ന പുണ്യഭൂമിയാണ് മദീന. ഒരു വാഹനാപകടം, ഒരു കുടുംബം, 4 പേരാണ് മരണപ്പെടുന്നത്. ഒരേ യാത്ര, ഒരേ വാഹനം, ഒരേ സമയം, ഒന്നിച്ച് ഖബറിലേക്ക്. ഇത് പറയുമ്പോൾ തന്നെ ഹൃദയം വല്ലാത്ത സങ്കടപ്പെടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിശ്ചയം ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്കാണ് നാം മടങ്ങുന്നവർ. ഇത് മരിച്ചവർക്കുള്ള വാചകമല്ല. മരിച്ചവരെ ഓർക്കുമ്പോൾ മരിച്ചിരിക്കുന്ന നമ്മൾക്കുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയ സഹോദരങ്ങളെ, അപകടം നടന്നത് മദീനയുടെ പരിസര പ്രദേശത്ത് സാധാരണ യാത്ര നടക്കുന്ന റോഡിലാണ്. പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ഒരു നിമിഷം, ഒരു ശബ്ദം, ഒരിടിച്ചിൽ എവിടെ അവസാനിച്ചു. ഒരു ഉപ്പയുടെ ഉത്തരവാദിത്വം, ഒരു ഉമ്മയുടെ മടിത്തട്ട്, മക്കളുടെ ചിരി, കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ എല്ലാം. ആ പിഞ്ചു മക്കള് എൻ്റെ ഉപ്പയെവിടെ, എൻ്റെ വല്യമ്മയെവിടെ, എൻ്റെ ഇക്കാക്ക എവിടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ആ കുടുംബം ആ പിഞ്ചു മക്കൾക്ക് ബാക്കി വെച്ചത് ചെറിയ 15ഉം 9ഉം 7 വയസ്സുള്ള പൊന്നു മക്കളാണ് ആ കുടുംബത്തിൽ ഇനി ബാക്കിയുള്ളത്. ആയിഷയും ആദിലയും നൂറയുമാണ്. മരണപ്പെട്ടത് ഉപ്പയായ ജലീൽ, ഭാര്യ തസ്ന, അതുപോലെ ആദിൽ, മൈമൂന വല്യമ്മ. ഇവരെല്ലാം ഒറ്റ ഒരു കുടുംബത്തിൻ്റെ 4 പേരും ഒരു നിമിഷത്തിൽ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. മദീന പോലും മരണത്തെ തടയില്ല എന്നതിന് നമുക്കങ്ങനൊരു വിചാരണമുണ്ട്. നാം കുടുംബത്തോട് ഒരുമിച്ചിരിക്കുമ്പോൾ നാം സുരക്ഷിതരാണ്, നാം രക്ഷപ്പെട്ടു എന്ന്. ഒരിക്കലുമില്ല. നാം പുണ്യയാത്രയാണ് ചെയ്യുന്നത്, രക്ഷപ്പെടുമെന്നുള്ള ഒരു വിചാരം. നാം ഇരിക്കുന്നത് പുണ്യസ്ഥലത്താണ്, രക്ഷപ്പെടും. അങ്ങനൊന്നില്ല. മരണം എത്തിയാൽ അത് എവിടെയാണോ, ഏത് സമയമാണോ, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൈദാ ജാ അജലുഹും, അവർക്കുള്ള അജല് എത്തിയാൽ ലാ യസ്തഖിറൂന സാ, ഒരു സാത്ത് പോലും അവരെ പിന്തിക്കുകയില്ല എന്നാണ്. മാ സ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നി. ഈ മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് അപകടത്തിൻ്റെ കഥയല്ല, ഇത് ഖദറിൻ്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പൊരുത്തു കൊടുക്കട്ടെ. എപ്പോഴും അപകടം വരാം, ഏത് സമയത്തും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരാം. അത് സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണം. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒമൻ മാത തഹ്തൽ ഹദമി ഫഹുവ ഷഹീദ്. ഇടിച്ചിൽ, തകർച്ച, അപകടം, ഇത്തരം മരണങ്ങൾ ഷഹീദിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടുന്ന മരണമാണ് എന്ന് പരിശുദ്ധമായ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ പ്രതീക്ഷ അല്ലേ, അല്ലാഹുവിൻ്റെ, നാം ഏത് സമയത്ത് നാം വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ഇവിടെ സംഭവിക്കുന്നത്. ഒരുപാട് പ്ലാനുകൾ നാം ചെയ്യും. കരയുന്ന ബന്ധുക്കൾ, ചോദിക്കുന്ന കുട്ടികൾ, നിശബ്ദരായ വീട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും. സബർ, കണ്ണീരില്ലാത്ത ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമാണ് പ്രതിഫലം. നോക്കൂ, ഇത് ഇത്രത്തുള്ള മരണം നമ്മെ ഓർക്കുന്ന ഏറ്റവും വലിയൊരു പാഠം. ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് നാം ചേരുക, അള്ളാഹുലേക്ക് ഓടുക. നമസ്കാരങ്ങൾ എല്ലാം നിത്യമാക്കുക. തൗബ ഒരിക്കലും പിന്തിക്കരുത്. നിസ്കാരം ഒരിക്കലും ഇനി നല്ലവരാക്കാൻ നോക്കൂ. സമയം നീട്ടിവെക്കുക, തൗബക്ക് സമയം നീട്ടിവെക്കുക. ഒരിക്കലും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, നാം നാളെ ചെയ്യേണ്ട പണി ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോഴും ചെയ്ത് ജീവിക്കുമ്പോൾ നാം വിജയിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹ വ അമില അമലൻ സ്വാലിഹ
തൗബ ചെയ്ത് ഈമാൻ പുലർത്തി സൽപ്രവർത്തനം ചെയ്യുന്നവർ തീർച്ചയായും അവർ രക്ഷപ്പെടും. ഇന്നാണ് മാറ്റം വരേണ്ടത്, ഇപ്പോഴാണ് തീർമാനം വരേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള മരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതേപോലെ നാം മരിക്കേണ്ടവരാണ്. നോക്കൂ, അവർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അബ്ദുൽ ജലീൽ ജിദ്ദയിൽ താമസിക്കുന്ന തൻ്റെ കുടുംബവുമായി അവർ സിയാറത്തിന് അവർ മദീനയിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യത്തിലുണ്ടായ അപകടം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വലിയ പാഠമാണ്. കാരണം ഏത് സമയത്തും ഇങ്ങനെയും അള്ളാഹുവിൻ്റെ പരീക്ഷണം, മരണം വന്നേക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ അള്ളാഹുലേക്ക്, അള്ളാഹുവിൻ്റെ ചിന്തയിലൂടെ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട്, നമുക്ക് കഴിവിൻ്റെ പരമാവധി ദാനധർമ്മം ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നടത്തിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം രക്ഷപ്പെട്ടു. നാം ഓരോന്ന് പ്ലാൻ ചെയ്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്ലാൻ ഒന്നും ചെയ്യാതെ മരണം നമ്മെ ഓടിയെത്തുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് നമസ്കാരം വൈകിപ്പിക്കാതെ, തൗബയെ തൊട്ട് പിന്തിരിയാതെ, ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നടത്താൻ വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ വലിയ അത്ഭുതമെന്ന് പറയട്ടെ. ഇവരുടെ യാത്ര, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ സൽക്കർമ്മങ്ങൾ, നാം നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഒരു പക്ഷേ ഹറാമിയത്തിലേക്ക് അല്ലെങ്കിൽ ഹറാമായ യാത്രയിലാണ് ഇത്തരത്തിലുള്ള അപകടമൊക്കെ സംഭവിച്ചാൽ ആ കുടുംബത്തിൻ്റെ ദുഃഖം എത്ര പ്രയാസമായിരിക്കും. നോക്കൂ, പള്ളിയിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഇതിനെ അവഗണിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പലരും നമ്മിൽ നിന്ന് മരണപ്പെട്ട വാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. ആ മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ എത്ര വേദനിപ്പിച്ച മരണമാണ്. നാം നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നല്ലത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നല്ല ദിവസം, നല്ല സമയത്ത്, നല്ല സ്ഥലത്ത് വെച്ച് മരിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ ഭാഗ്യമാണ്. പക്ഷേ ഈ പരീക്ഷണങ്ങളൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിലും അള്ളാഹുവിനടുക്കൽ നാം രക്ഷപ്പെട്ടവരാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും അല്ലാഹുമ്മ ജഅൽഹും മിനസ് സ്വാലിഹീൻ വഖ്തിം ലനാ വലഹും ബിഹുസ്നിൽ ഖാത്തിമ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നമ്മേവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ പ്രയാസങ്ങൾ പറഞ്ഞ് ദ്വാരക്കാനൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റട്ടെ. മരിക്കുന്ന നേരം എൻ്റെ പ്രിയപ്പെട്ടവരെ തിന്മകൾ ചെയ്തുകൊണ്ടുള്ള, കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്, ഒരാൾക്കും അറിയില്ല ഏത് സ്ഥലത്ത്, എവിടെ, എങ്ങനെ മരണപ്പെടുമെന്ന്. അതുകൊണ്ട് മരണത്തിന് ഇന്നും നാം തയ്യാറായിരിക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാവിധ ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട് നമ്മെ, നമ്മുടെ കുടുംബങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.